കള്ളം പറയല്ലെന്നുമ്മ ചൊന്നാരെ കള്ളന്റെ കയ്യില പൊന്നു കൊടുത്തോ. എത്ര വലിയൊരു പാടാണ് അത്. ചൊല്ലിപ്പാടുള്ള വരിയല്ല, പഠിച്ച് പ്രയോഗിക്കാനുള്ള ആശയമാണ്. എന്താണത്? മഹാനായ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ഉപ്പ നേരത്തെ തന്നെ മരണപ്പെട്ടു പോയി. ഒരാള് എന്ന് പറഞ്ഞ ആ ആള് പാകപ്പെട്ടു വരുന്നതിന് പിന്നിൽ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ആരാണ്? ഉമ്മ വഴിയും ഉപ്പ വഴിയും നോക്കിയാൽ ഹസനിയും ഹുസൈനിയുമാണ്. വാപ്പ വഴി ഹസനിയാണ്, ഉമ്മ വഴി ഹുസൈനിയാണ്. അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്തമാ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമാ. അതൊരു നിയോഗ. പിന്നെ പരമ്പര നോക്കിയാല് സിദ്ദീഖിയുമാണ്, ഫാറൂഖിയുമാണ്, ഉസ്മാനിയുമാണ്. എല്ലാ പരമ്പരകളിലേക്ക് എത്തിച്ചു. കാരണം ഈ പറയപ്പെട്ടവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലുൽ ബൈത്തിൽ നിന്ന് വിവാഹം കഴിച്ചിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് തങ്ങളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും അലി റളിയല്ലാഹു അൻഹു പറയണ്ടല്ലോ, അലി അള്ളാഹിന്റെ മക്കളാണല്ലോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. പിന്നെ പറയണ്ടില്ല, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, 4 ഖലീഫമാരോട് എല്ലാം പരമ്പര എത്തുന്ന മഹാനാണ്. അതൊരു വലിയ നിയോഗമാണ്. അവ നല്ലൊരു തറവാട്ടിൽ ജനിച്ച് നല്ല ചിട്ടയിൽ വളർന്ന് ഇങ്ങനെ പോവാണേ. അപ്പോൾ ഒരു ദിവസം മഹാനവറുകൾ ഇങ്ങനെ പോവാണ്. പോകുമ്പോൾ വീട്ടിലെ നാൽക്കാലിയുടെ പിന്നാലെ നടന്നു പോകുമ്പോ നാൽക്കാലി പറഞ്ഞു, മോനെ, കളിക്കാൻ വേണ്ടിയല്ല പടച്ചിട്ടുള്ളത്, പഠിച്ചോ എന്നൊരു അശരീരി കേൾക്കുകയാണ്. ചെറുപ്പത്തിൽ തന്നെ ബിശാറാത്തുകൾ ഉണ്ടാവും, ശുഭലക്ഷണങ്ങൾ. അങ്ങനെ ഉമ്മ വാപ്പ മരിച്ചുപോയ കുട്ടിയാണ്, അഥവാ ഭർത്താവ് മരിച്ചുപോയി. ഈ കുഞ്ഞിനെ നല്ല പഠിപ്പിക്കണം. ഇവിടെ നല്ല ആലിമീങ്ങളില്ല, ഇറാനിലെ ജീലാനിലാണല്ലോ ഉള്ളത്. അന്ന് വിജ്ഞാനത്തിന്റെ തലസ്ഥാനം ബഗ്ദാദാണ്, ഇറാഖിലെ ബഗ്ദാദാണ്. ബഗ്ദാദിലേക്ക് വിടണം. നമ്മൾ വിചാരിക്കുക നമുക്ക് തൽക്കാലം ഗൾഫിൽ പോയി നല്ല പൈസയൊക്കെ ആയി, എന്റെ മോനെ ദർസ് വിടാൻ കിട്ടൂല, ആരാന്റെ ചോറ് ഞാൻ വിടാൻ പറ്റൂല എന്നൊക്കെ ചില ആൾ വലിയ കൊമ്പ് പറയും. അത് കൊമ്പ് മാത്രം. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട മകനെ, 14 വയസ്സുള്ള മോനെ വീട്ടിൽ നിന്ന് ബഗ്ദാദിലേക്ക് വിടുകയാണ്. ഒരു കച്ചവട സംഘത്തോടൊപ്പം വിടുമ്പോൾ ഉമ്മയടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, മോനെ കള്ളം പറയല്ലേ മോനെ, കുഞ്ഞുമോനെ കള്ളം പറയല്ലേ മോനെ, കുഞ്ഞുമോനെ കള്ളം പറയല്ലേ. ഇന്നൽ മുഅ്മിന ലാ യക്ദിബ്, മുഅ്മിനായ മനുഷ്യൻ കള്ളം പറയൂല. ഈ വസിയ്യത്ത് കൊടുത്തിട്ടാണ് കുട്ടിയെ ഓതാൻ വിടുന്നത്. മോനെ ഓതാൻ പോയിക്കോ, കള്ളം പറയാൻ പാടില്ല, കള്ളം പറയരുത്. ബഗ്ദാദിൽ ചെന്നാൽ ചെലവിനുള്ള സ്വർണ്ണ നാണയം കുപ്പായത്തിൽ തുന്നി വെച്ച് കൊടുത്തിട്ടുണ്ട്. കച്ചവട സംഘത്തോടൊപ്പം പോവുകയാണ്. വഴിയിൽ കൊള്ളക്കാർ കടന്നു പിടിച്ചു. വഴിക്കൊള്ളക്കാർ. ഇന്നും വികസനമെത്താത്ത പല രാജ്യത്തും ഇങ്ങനെ വഴിക്കൊള്ളക്കാരുണ്ട്. ഞങ്ങൾ ഒരിക്കൽ അൽജീരിയയിൽ ചെന്നപ്പോ ഓർഗലയിൽ നിന്ന് സഹാബത്തിന്റെ ഖബറുള്ള സ്ഥലത്തേക്ക് പോകാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞു, രാത്രി പോകരുത്, വഴിക്കൊള്ളക്കാരുള്ള സ്ഥലമാണ്, മുത്താഴ്ത്തരിയെ കൊണ്ട് പോകരുത്. പിന്നെ ഞങ്ങൾ ഒരിക്കൽ ബസറയിൽ ചെന്ന്
അനസ് ബിൻ മാലിക് തങ്ങളുടെ അടുക്കലേക്ക് പോകാൻ ചോദിച്ചപ്പോൾ ബസറക്കാർ പറഞ്ഞു, ഇപ്പൊ പോരുത്, വഴിയിൽ കൊള്ളക്കാരുണ്ടാവും. അവിടൊക്കെ യുദ്ധം കഴിഞ്ഞ് ആകെ കെടുതിയിൽ കിടക്കുന്ന നാടാണല്ലോ. പിന്നെ ഒരുപാട് സ്ഥലം വിജനമായി ഓടേണ്ടി വരും. അങ്ങനത്തെ പ്രദേശങ്ങളാണ്. അങ്ങനെ പല നാടുകളിലും വന്യമായ സ്ഥലത്ത് കൊള്ളക്കാരുണ്ടാവും. അവ ബസറയിൽ ചെന്ന് ചോദിച്ചപ്പോ ഇക്കാര്യം ഓർമ്മ വന്നുപോയി. കൊള്ളക്കാര് കാഫിലകളെ കൊള്ളയടിക്കുന്നവർ മറ്റു പല രാജ്യത്തും ഉണ്ടാവും. അപ്പോൾ ബഹുമാനപ്പെട്ടവരെ പോയ സംഘത്തെ കൊള്ളയടിച്ചു കൊള്ളക്കാർ. അവസാനം ഈ മോനെയും വിളിച്ചു അബ്ദുൽ ഖാദറിനോട് ചോദിച്ചു, മോന്റെ അടുത്ത് വല്ലതും ഉണ്ടോ? അപ്പൊ ഉമ്മ പറഞ്ഞ വസിയത്തുണ്ട്, ഇന്നൽ മുഅ്മിന ലാ യക്ദിബ്, മുഅ്മിനായ മനുഷ്യൻ കളവ് പറയൂല എന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവരോട് എങ്ങനെ കളവ് പറയും? ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ പൊന്നു നാണയമുണ്ട്. എവിടെ? എടുത്തു. അപ്പൊ ആ ഉറച്ച ഈമാനോടെ സത്യം പറഞ്ഞപ്പോൾ കൊള്ളക്കാരുടെ മനസ്സിൽ മാറ്റമുണ്ടായി. അവരാലോചിച്ചു, എന്തായിരിക്കും ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞത്? എന്താ മോനെ, ഞങ്ങളോട് അങ്ങനെ പറഞ്ഞ് ശരി പറഞ്ഞ് രക്ഷപ്പെടാതെ, കളവ് പറഞ്ഞ് രക്ഷപ്പെടാതെ ശരി പറയാൻ കാരണം? എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു, ഇന്നൽ മുഅ്മിന ലാ യക്ദിബ്, മുഅ്മിനായ മനുഷ്യൻ കളവ് പറയൂല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അപ്പോൾ അവരുടെ മനസ്സിന് മാറ്റമുണ്ടായി. അവരെല്ലാം ആത്മീയ വഴിയിലേക്ക് വന്നു. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആത്മീയ വഴിയിലേക്ക് വരികയാണ്. ഈ സംഭവമാണ് കോഴിക്കോട് ഖാദി അവர்கள் എഴുതിയത്. കള്ളം പറയല്ലെന്നും മാച്ചൊന്നാരെ കള്ളന്റെ കയ്യില പൊന്നു കൊടുത്തോ. ഇതൊരു കാൽപ്പനിക കവിതയല്ല, ഇതൊരു ഹിസ്റ്ററിക്കൽ പീസ് എടുത്തുദ്ധരിച്ചതാണ്. ഇതുപോലെ മൊയ്തീൻ മാലയിൽ പറയുന്ന ഓരോന്നിനും അടിസ്ഥാനമുണ്ട്. അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ആ ചരിത്രത്തിലെ അധ്യായങ്ങളെ എടുത്തുദ്ധരിക്കുകയാണ് മഹാനായ ഗൗസുൽ ആദം തങ്ങളുടെ ഈ സംഭവം. APJ അബ്ദുൽ കലാം എന്ന ഇന്ത്യ കണ്ട ഏറ്റവും പ്രതിഭാശാലിയായ പ്രസിഡന്റ്, ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും പ്രതിഭാശാലിയായ പ്രസിഡന്റ് അല്ലെങ്കിൽ ഭരണാധികാരി ആരാണ്? അത് APJ അബ്ദുൽ കലാമാണ്. അത് കലാം എന്ന പേരായോണ്ടല്ല, അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി ജീവിച്ച മനുഷ്യനാണ്. ഒന്നും ഉണ്ടാക്കിയില്ല, കിട്ടിയതൊക്കെ രാജ്യത്തിന് കൊടുത്തു. പുരസ്കാരങ്ങളും കൊടുത്തു, ഉപഹാരങ്ങളും കൊടുത്തു. തസവ്വുഫിന്റെ ആളുകൾ ജീവിക്കും പോലെ ജീവിച്ചു. രാഷ്ട്രപതി ഭവനിൽ നിന്ന് അമിതമായി ഒന്നും ഉപയോഗിച്ചില്ല. ജ്യേഷ്ഠൻ അതിഥിയായി വന്നപ്പോൾ നിന്നതിന് ചെലവ് ഗവൺമെന്റിന് അങ്ങോട്ട് കൊടുത്തു. ഒരൗദാര്യം പറ്റിയില്ല. അങ്ങനെ ജീവിച്ച ഭരണാധികാരിയാണ് APJ അബ്ദുൽ കലാം. അദ്ദേഹം തസവ്വുഫിന്റെ അയിമ്മത്തിന്റെ കിതാബുകൾ നിരന്തരം പാരായണം ചെയ്തിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രചനകളിൽ ഉദ്ധരണികൾ കാണാം. തസവ്വുഫിന്റെ പണ്ഡിതന്മാരുടെ പല രചനകളും അദ്ദേഹം കോട്ട് ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. അദ്ദേഹം അങ്ങനെ ഒരു ജീവിതം നയിച്ച ആളാണ്. ഒരാത്മീയമായ വിചാരങ്ങളുള്ള ആളായിരുന്നു. അപ്പോൾ മഹാനായ ഗൗസുൽ ആദം തങ്ങളുടെ സംഭവം APJ അബ്ദുൽ കലാം ഒരു റിപ്പബ്ലിക് ഡേ പ്രസംഗത്തിൽ എടുത്തുദ്ധരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ത്യയിലെ മാതാക്കളൊക്കെ ഷെയ്ഖ് അബ്ദുൽ ഖാദറിന്റെ മാതാക്കളെ പോലെ ആവണം. മക്കൾക്ക് നല്ല ധാർമ്മികത പഠിപ്പിച്ചു കൊടുക്കണം, മക്കൾക്ക് നല്ല സത്യസന്ധത പഠിപ്പിച്ചു കൊടുക്കണം. പ്രസിഡൻഷ്യൽ അഡ്രസ് നടത്തിയപ്പോൾ അദ്ദേഹം റിപ്പബ്ലിക് ഡേയിൽ നടത്തിയ പ്രസംഗ ഇന്ത്യയിലെ പൗരന്മാരോട്, അതേ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളെ നിങ്ങൾ പഠിക്കണം. മഹാനവറുകളുടെ ഉമ്മയെ പോലെ ആവണം ഇവിടുത്തെ ഉമ്മമാർ. അറിയുമോ, അത്രയും പുതിയ കാലത്ത് ഉദ്ധരിക്കപ്പെടാവുന്ന തർബിയത്തിന്റെ ഉടമയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മപെങ്ങന്മാരോട് പറയട്ടെ,
ഒരു കുട്ടിയെ ശരിയായി പാകപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയ റോള് ഉമ്മയ്ക്കാണ്. അല്ലുമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ശഅബൻ ത്വയ്യിബൽ ഇറാഖി. എല്ലാ മഹാന്മാരുടെയും പിന്നിൽ നല്ലൊരു ഉമ്മയെ കാണാം. എല്ലാ മഹാന്മാരുടെയും പിന്നിൽ നല്ലൊരു ഉമ്മയെ കാണാം. എന്തിനേറെ പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന ദഅവത്തു ഇബ്രാഹീം വബിശാറത്തു ഈസാ വറുയാ ഉമ്മീ. അന ദഅവത്തു ഇബ്രാഹീം, ഞാൻ ഇബ്രാഹീം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. വബിശാറത്തു ഈസാ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നറിയിപ്പിന്റെ ഫലമാണ്, സുവിശേഷത്തിന്റെ ഫലമാണ്. ഇനിയും പലതും പറവാനുണ്ട്, പക്ഷേ നിങ്ങൾക്ക് വഹിപ്പാനൊക്കത്തില്ല. കാര്യത്തൻ വരും, എല്ലാം വിശദീകരിച്ചു തരും എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ പുതിയ നിയമത്തിലും ഉണ്ട്. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിന്റെ സുവിശേഷത്തിന്റെ ഫലമാണ് എന്റെ ഉമ്മയുടെ സ്വപ്നത്തിന്റെ ഫലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, എന്താണ് ഉമ്മയുടെ സ്വപ്നം? അന്നബിയ്യു വവാലിദാഹുൽ കരീമാനി എന്ന ഗ്രന്ഥത്തിൽ ഡോക്ടർ മുഹമ്മദ് അബ്ദു യമാനി പറയുകയാണ്, റിപ്പോർട്ട് ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 6 വയസ്സുള്ളപ്പോ അബവായിൽ വെച്ചുകൊണ്ട് ഉമ്മ വേർപിരിയാൻ നേരം പറഞ്ഞു, മോനെ, ഇൻ സഹ മാ അബ്സർതു ഫിൽ മനാനി ഫഅൻത മബ്ഊസുൻ ഇലൽ അനാമി. മോനെ, ഞാൻ പോവാണ്, ഒരുപാട് നന്മകൾ ലോകത്തിൽ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. ഒരുപാട് വാചകങ്ങൾ, പല നിവേദനങ്ങൾ നാം ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടുണ്ട്. സീറത്തുൽ ഹലബിയിലുള്ള ഉദ്ധരണികൾ അതെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, ഇൻ സഹ മാ അബ്സർതു ഫിൽ മനാമി, ഞാൻ കണ്ട സ്വപ്നമൊക്കെ ശരിയാണെങ്കിൽ ഫഅൻത മബ്ഊസുൻ ഇലൽ അനാമി, ലോകത്തേക്ക് നിയോഗിക്കപ്പെടേണ്ട നബിയാണ് മോനെ. 6 വയസ്സുള്ള മകനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ പറഞ്ഞു, ഉമ്മുൻ നബി ആമിനത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ആമിന ഉമ്മ പറഞ്ഞതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ അഥവാ ലോകത്തേക്ക് വിളിച്ചു പറയാൻ ഒരു ഉമ്മയുടെ റോളുണ്ട്. മാത്രമല്ല, ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന മറ്റുള്ള പോറ്റുമ്മയുണ്ട്. ആ ഉമ്മമാരുടെയും കഥ പറഞ്ഞാൽ വളരെ നീണ്ടുപോകും, ഞാൻ അതിലേക്ക് പോണില്ല. അന്തി ഉമ്മീ ബഅദ ഉമ്മീ ഫാത്തിമത്ത് ബിൻത് അസ്വദ് റളിയല്ലാഹു അൻഹയ്ക്കറിയാം ഇതാരാവാനുള്ള മോനാണ്. ഹലീമ ഉമ്മയ്ക്കറിയാം ഇതാരാവാനുള്ള മോനാണ്. ഹലീമ ഉമ്മയുടെ മകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പെങ്ങളായി വരും. ഷൈമാഇനറിയാം ഇതാരാവാനുള്ള കുഞ്ഞാണ്. അപ്പൊ എല്ലാവരുടെയും പിന്നിൽ ഒരു ഉമ്മയുടെ റോൾ ഉണ്ടാകും, നല്ലൊരു ഉമ്മാനക്ക്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അങ്ങ് ഫലസ്തീനിലെ ഗസയിൽ നിന്ന് വാപ്പ മരിച്ചുപോയ കുഞ്ഞാണ്, യതീമാണ്. കൈപിടിച്ചു കൊണ്ടുവന്ന മക്കത്തെ പള്ളിയിൽ ഓതാനാക്കിയതാരാണ്? പരിപാലിച്ചു വളർത്തിയതാരാണ്? വലുതായപ്പോൾ മോനെ എനിക്ക് ആഖിറത്തിലേക്ക് വേണമെന്ന് പറഞ്ഞതാരാണ്? ഉമ്മുൽ ഇമാമി ശാഫിഈ, ശാഫിഈ ഇമാമിന്റെ ഉമ്മയാണ്. ഉമ്മമാരറിയണം, ഉമ്മമാരറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. കുഞ്ഞിനെ കൊണ്ടുവന്ന് മക്കത്തെ പള്ളിയിൽ ഓതാനാക്കി. 10 വയസ്സായപ്പോ മദീനത്തെ പള്ളിയിൽ ഓതാൻ വിട്ടു. പിന്നീട് 14 വയസ്സായപ്പോൾ തന്നെ എല്ലാ
ഫത്വയും കൊടുക്കാൻ യോഗ്യനായി. അവസാനം യമനിലെ ഖാദിയായിട്ട് തിരിച്ചു വരുമ്പോൾ വലിയ ഉപഹാരങ്ങൾ കൊണ്ടുവരികയാണ്. അമ്മാവന്മാരുണ്ട്. ഉമ്മ ഹറമിന്റെ അതിർത്തിയിലേക്ക് പോയി മകനെ സ്വീകരിക്കാൻ. കാരണം അന്ന് മോൻ വരുന്നത് എല്ലാവരും അറിയും. ശാഫഈ ഇമാം മക്കത്തേക്ക് വരുമെന്ന് എല്ലാവരും അറിയും. അത്രയും വലിയ പ്രസിദ്ധി കിട്ടിപ്പോയി മകനെ. ഉമ്മ സ്വീകരിക്കാൻ പോയി. ഒരുപാട് സമ്പത്തുണ്ട് കയ്യില്. ഉമ്മ പറഞ്ഞു, മോനെ, ഞാൻ മോനെ വിട്ടത് ഇതിനല്ല. ഇതൊന്നും ഉമ്മക്ക് വേണ്ട. ഇതെല്ലാം കൊണ്ടാണ് മോൻ വരുന്നതെങ്കിൽ മോൻ ഇതൊന്നും വീട്ടിലേക്ക് കയറ്റേണ്ടതില്ല. അപ്പൊ ശാഫഈ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ, ഇതൊന്നും എനിക്ക് പൂതി ഉണ്ടായിട്ട് കൊണ്ടുവന്നതല്ല. എന്നെ പോറ്റി വളർത്തിയ ഉമ്മക്കൊരു സന്തോഷാവട്ടെ എന്ന് വെച്ചിട്ട് കൊണ്ടുവന്നതാണ്. ഉമ്മക്ക് വേണ്ടെങ്കിൽ അതിനു മുമ്പേ എനിക്ക് വേണ്ട. അതൊക്കെ മക്കത്തെ ഫുഖറാക്കൾക്ക് ദാനം ചെയ്തിട്ടാണ് മകൻ വീട്ടിലേക്ക് കയറിയത്. ആരാണ് തർബിയത്ത് ചെയ്തത്? ഉമ്മയാണ്. ആ ഉമ്മാന്റെ തർബിയത്തിലാണ് ഇമാം ശാഫഈ തങ്ങൾ ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർദി ഇൽമാ, പ്രപഞ്ചം മുഴുവനും അറിവ് കൊണ്ട് അറിയപ്പെട്ട മഹാനായി മാറി ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹു. അറിയുമോ? നമ്മൾ മറന്നു പോകുന്നു. ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹുവിനെ ആരാണ് അങ്ങനെ ആക്കിയത്? ഉമ്മയാണ് അതിന്റെ പിന്നിൽ. ഇന്ന് ഉമ്മാര് കൈയൊഴി. ഉമ്മാർക്ക് മക്കളെ നോക്കാൻ നേരമില്ല, മൊബൈലിലാണ്. മക്കളെ പോറ്റാൻ നേരമില്ല, ഡിവൈസിലാണ്. നാളെ നിങ്ങളെ പോറ്റേണ്ട നേരത്തെ മക്കളെ മൊബൈലിലായിരിക്കും, നിങ്ങളെ കാണൂല. അതുകൊണ്ട് ഉമ്മമാരെ, മക്കളെ പോറ്റി വളർത്തണം, തർബിയത്ത് ചെയ്യണം. അവരെ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരുന്ന് ആറ്റുനോറ്റ് പോറ്റി വളർത്തണം. അവരെ അള്ളാഹുവിന്റെ ദീനിന് പറ്റുന്നവരാക്കണം. ഇന്ന് ചില ആളുകളുണ്ട്, ചില മതവിരുദ്ധം നേടിയ പെൺകുട്ടികളുണ്ട്. അവർക്കും സന്താന പരിപാലനം ഒരു വിഷയമല്ല, ഞങ്ങൾക്ക് പുറത്തു പോകണം എന്നതാണ് അവരുടെ മതം. മക്കളെ പഠിപ്പിച്ച് പ്രതിഭാശാലികളാക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു അമലാണ്. അള്ളാഹുവിന്റെ അടുക്കൽ വലിയ കൂലി കിട്ടുന്ന കർമ്മമാണ്. ചെറിയ കാര്യമല്ല. വീട്ടിൽ നിന്ന് മക്കളെ ആറ്റുനോറ്റ് പോറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മോനാക്കി വളർത്തിക്കൊണ്ടുവന്നാൽ ഉമ്മാത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. നിങ്ങൾ എത്ര വലിയ ഉദ്യോഗം ചെയ്യുന്നതിനേക്കാളും വലിയ ഉദ്യോഗമാണ് നിങ്ങളുടെ പള്ളയിൽ കൈകാലുകൾ മുളച്ച് രൂപപ്പെട്ട് നിങ്ങൾ ആറ്റുനോറ്റ് നൊന്ത് വളർത്തിയ പൊന്നുമോനെ അല്ലാഹുവിനും റസൂലിനും ഇഷ്ടമുള്ള ഒരു മോനാക്കി കൊണ്ടുവന്നാൽ ആ ഉമ്മ ജയിച്ചുപോയി. മക്കളെ പോറ്റണം. കുറച്ച് വേദന ഉണ്ടാവും, കുറച്ച് പ്രയാസം ഉണ്ടാവും. പരിഷ്കാര കാലത്ത് വിവാഹം വേണ്ട, വിവാഹം കഴിഞ്ഞാലും കുഴപ്പമില്ല, പ്രസവം വേണ്ട, പ്രസവം കഴിഞ്ഞാലും വേണ്ടില്ല, മക്കളെ നോക്കാൻ വയ്യ എന്ന് പറയുന്ന വലിയ തലമുറ മറ്റെന്തോ വഴികളിലൊക്കെ പുണ്യമുണ്ട് എന്ന് വിചാരിച്ചു പോവുകയാണ്. ഇത് വലിയ കാര്യമാണ്. ഇത് ചെറിയ കാര്യമല്ല, ഇത് വലിയ കാര്യമാണ്. അതുകൊണ്ട് മക്കളെ ആറ്റുനോറ്റ് വളർത്തി നല്ല മക്കളാക്കി കൊണ്ടുവരണം. അത് വലിയ ഇബാദത്താണ്. ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ആരാണ് ഇത്ര വലിയ ഇമാമാക്കിയത്? വേറെ ആരുമല്ല, ഉമ്മയാണ്. ഇങ്ങനത്തെ ഒരു മോനെ ലോകത്തിന് നൽകിയല്ലോ. 1000 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു എഴുത്തുകാരൻ ദ്വാരക്ക ഒരു ഉമ്മക്ക് വേണ്ടി എന്താ നല്ലൊരു മോനത്തെ. ആ മോനാണ് ഇമാം ശാഫഈ തങ്ങൾ. അതുപോലെ അയിമ്മത്തിനെ മുഴുവനും പഠിച്ചാൽ എല്ലാ മഹാന്മാരുടെയും പിന്നിൽ നല്ല ഒരു ഉമ്മയുണ്ട്. ഉമ്മമാരെ, പുതിയ തലമുറയിലെ മാതാക്കളെ, നമ്മുടെ മക്കളെ ഒന്ന് നല്ല വഴിക്ക് ആറ്റുനോറ്റ് പോറ്റി നല്ല സൈക്കോളജിക്കൽ അപ്രോച്ച് വേണമെന്ന് പഠിച്ചാ പോരാ, അവരെ നല്ല നിലക്കൊന്ന് പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവന്നാൽ അതെന്നത്തേക്കുമുള്ള സമ്പാദ്യമാണ്.
ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തങ്ങൾ പറഞ്ഞു തന്നതും അതുതന്നെയാണ്. അവിടുന്ന് കള്ളം പറയല്ലെന്നുമ്മ ചൊന്നാരെ കള്ളന്റെ കയ്യില പൊന്നു കൊടുത്തോ. ബഹുമാനപ്പെട്ടവരോ, ബഗ്ദാദ് ഷരീഫിൽ ഇരുന്നു കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ദർസ് നടത്തി. അവിടുത്തെ പ്രഭാഷണങ്ങൾ അൽ ഖുതുബുർ റബ്ബാനി വൽ ഫൈദുർ റഹ്മാൻ, ബഹുമാനപ്പെട്ടവരുടെ ഗ്രന്ഥങ്ങൾ, അവിടുത്തെ നസീഹത്തുകൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയ അംഗീകാരത്തോടെ, അലി റളിയല്ലാഹു അൻഹുവിന്റെ സാന്നിധ്യത്തോടെ ബഹുമാനപ്പെട്ടവർ തുടങ്ങിയ അൽ ഫത്ഹുർ റബ്ബാനി വൽ ഫൈദുർ റഹ്മാനി എന്ന ഗ്രന്ഥം ബഹുമാനപ്പെട്ടവരുടെ വഅദുകളുടെ സമാഹാരമാണ്. വളരെ സാരവത്തായ നസീഹത്തുകളാണ്. വാക്കുപോലെ പ്രവൃത്തി വേണമെന്ന്, തോട് പോലെ കാമ്പ് വേണമെന്ന്, ജാട പോലെ ഉള്ളു വേണമെന്ന്, ഈ ലോകമല്ല യഥാർത്ഥ ലോകം നാളെയാണെന്ന് ബഹുമാനപ്പെട്ടവരിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ക്ലാസ് എടുത്തപ്പോൾ അതാ തെറ്റുകളിൽ ആണ്ടുപൂണ്ട് കിടന്നിരുന്ന ഒരുപാട് ആളുകൾ തൗബ ചെയ്തു. ഒരുപാട് ആളുകൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുത്തു. അത്ര വലിയ കറാമത്തിന്റെ ഉടമയാണ് ഞാൻ. എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്.